ഹലോ ഗായ്സ്, വെൽക്കം ടു മാഡർ മീഡിയ. സോ നമ്മൾ 6ാം തവണയും യുഎഫ സൂപ്പർ കപ്പ് ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. യുഎഫ സൂപ്പർ കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടം നേടുന്ന ടീമായിട്ട് റയൽ മാഡ്രിഡ് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഫൈനൽ മാച്ച് അറ്റ്ലാന്റയ്ക്കെതിരെ അത് ഫസ്റ്റ് ഹാഫ് ഒരു നല്ല ടഫ് മത്സരം തന്നെയായിരുന്നു. 2-0 റയൽ മാഡ്രിഡ് വിജയിച്ചത്. ഒരു 4-2-3-1 ഫോർമേഷനിലാണ് നമ്മുടെ ടീം ഇറങ്ങിയത്. വാൽവർഡയും ചുവമേനിയും അടങ്ങുന്ന ഒരു ഡബിൾ പിവട്ടും അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോള് ജൂഡ് ബെല്ലിംഗാമുമാണ് കളിച്ചത്. സോ ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം റയൽ മാഡ്രിഡ് വളരെ നല്ല രീതിയിൽ തുടങ്ങി. പിന്നീട് അറ്റ്ലാന്റ മാൻ ടു മാൻ മാർക്കിങ്ങും നല്ല പ്രസ്സും ഹൈ പ്രസ്സിങ്ങും ഇംപ്ലിമെൻ്റ് ചെയ്തു. നമുക്കറിയാം, ബയർ ലെവർകൂസനെ ഒരു മാൻ ടു മാൻ മാർക്കിംഗ് വഴിയാണ് തോൽപ്പിച്ചത്. സോ റയൽ മാഡ്രിഡിന് ബാക്കിൽ നിന്ന് കളി മെനയാൻ പറ്റാത്ത ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി അതിനൊരു കാരണം ടോണി ക്രൂസിൻ്റെ ആ ഒരു ആബ്സൻസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ തിബോ കുർട്ടോക്ക് ലോങ് ബോൾസ് പ്ലേ ചെയ്യേണ്ടി വന്നു. ഈ ലോങ് ബോൾസ് പലപ്പോഴും റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് അത് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. വളരെ നല്ല ഫിസിക്കലായിട്ടുള്ള രീതിയിലാണ് അറ്റ്ലാന്റയുടെ മിഡ്ഫീൽഡൊക്കെ കളിച്ചത്. സോ നമുക്ക് ആ ലോങ് ബോളൊന്നും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഡിവിജ്വൽസിൻ്റെ പ്രസ്സിങ് നമ്മുടെ ഗെയിമിൽ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. റോഡ്രിഗോ, ബെല്ലിംഗാം, വാൽവർഡെയൊക്കെ നല്ല രീതിയിൽ ഒരുപാട് ബോൾ റിക്കവറീസ് നടത്തേണ്ടായി. വാൽവർഡെ ഇന്നലെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ 100% അദ്ദേഹത്തിൻ്റെ ഒരു ടാക്കിൾസ് അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെ വാൽവർഡെ ഒരു ഡബിൾ പിവട്ടിലേക്ക് വന്ന സമയത്ത് വാൽവർഡെ ആ നമ്പർ 8 ജേഴ്സിയൊക്കെ എടുത്ത് തൻ്റെ ഐഡോളായിട്ടുള്ള ടോണി ക്രൂസിൻ്റെ നമ്പർ 8 ജേഴ്സി എടുത്തിട്ട് വാൽവർഡെ നല്ല പെർഫോമൻസിനായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷെ അപ്പോഴും ആ ക്രൂസിൻ്റെ അഭാവം മിഡ്ഫീൽഡിൽ നല്ലോണം നമുക്ക് കാണാമായിരുന്നു. വാൽവർഡേക്ക് ലോങ് ബോളുകളൊന്നും നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, അതായത് നമ്മുടെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിയുടെ പ്രോബ്ലം. അതായത് ഇപ്പോൾ ചുവമേനി ആയാലും വാൽവർഡെ ആയാലും ജൂഡ് ബെല്ലിംഗാം ആയാലും അത്രയും ഒരു പാസിംഗ് റേഞ്ചുള്ള പ്ലെയേഴ്സ് അല്ല. സോ വാൽവർഡയുടെയൊക്കെ പല ലോങ് ബോളുകളും ഒപ്പോണൻസ് പിടിച്ചെടുക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോഴൊക്കെ നമ്മൾ ക്രൂസിനെ പറ്റിയാണ് ആലോചിച്ചിരുന്നത്. എസ്പെഷ്യലി ഞാൻ ആ റോഡ്രിഗോ പോയിട്ട് ഫസ്റ്റ് കോർണർ എടുക്കുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് ക്രൂസിനെ മിസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ക്രൂസും മോഡ്രിച്ചും നമ്മുടെ ഫസ്റ്റ് 11 ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അർഡാ ഗുലറിനെ റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർഡാ ഗുലർ നമുക്കറിയാം നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്യൂഡോ വിങ്ങർ എന്നുള്ള രീതിയിൽ, ഒരു കളി മെനയുന്ന രീതിയിൽ, ഒരു നമ്പർ 10 റോളിൽ റൈറ്റ് വിങ്ങിൽ അർഡാ ഗുലറിനെ ഇറക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ കളിക്കാൻ വേണ്ടി പറ്റും. സോ ഇനി മറ്റൊരു കാര്യം എന്താണ്, അർഡാ ഗുലർ കോർണറുകളിൽ ഒരു ചീറ്റ് കോഡാണെന്ന് പറയാറുണ്ട്. കാരണം അത്രയും നന്നായിട്ട് കോർണർ ഡെലിവർ ചെയ്യുന്ന ഒരാളാണ് അർഡാ ഗുലർ. നമ്മൾ യൂറോയിലൊക്കെ കണ്ടു തുർക്കിയുമായിട്ട് അദ്ദേഹം കളിക്കുന്ന സമയത്ത്. സോ അർഡാ ഗുലറിനെ ഫസ്റ്റ് 11 കളിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം റോഡ്രിഗോ ഇന്നലെ കുറച്ച് മോശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചാൻസുകൾ മിസ്സായിപ്പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്സിൽ നിന്നാണ് ആ സെക്കൻഡ് ഗോൾ വരുന്നത്. ഇനി മത്സരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് റയൽ മാഡ്രിഡിൻ്റെ ഒരു ടോട്ടൽ ഡോമിനേഷനാണ് ഉണ്ടായത്. 59ാം മിനിറ്റിൽ ആ ഫസ്റ്റ് ഗോൾ വന്നത് വിനീഷ്യസ് ജൂനിയർ തൻ്റെ ഫുൾ ബാക്കിനെ വളരെ മനോഹരമായി ഡ്രിബിൾ ചെയ്തുകൊണ്ട് ബോക്സിലേക്ക് നല്ലൊരു ക്രോസ് കൊടുക്കുകയാണ്. വാൽവർഡേക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പിംഗ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ മനോഹരമായി അഗെയിൻ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ഫ്രം വിനീഷ്യസ് ജൂനിയർ. ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബാലൻ ഡിയോർ ഡിസർവ് ചെയ്യുന്നു. അദ്ദേഹമാണ് ഈ റയൽ മാഡ്രിഡ് ടീമിലെ ടോപ്പ് പ്ലെയർ എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു ഫൈനൽ മൊമെൻറ്റുകളിലേക്ക് വരുമ്പോൾ, ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റുകളിലേക്ക് വരുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയർ ഒന്നുകൂടി എന്തുകൊണ്ടാണ് താൻ ഇത്രയും ഒരു മെയിൻ പ്ലെയറാണ്, എന്തുകൊണ്ട് CR7 നമ്പർ 7 ജേഴ്സി തനിക്ക് തന്നു എന്നുള്ള വിനീഷ്യസ് ജൂനിയർ അത് തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മാച്ചിലെ ഇന്നലത്തെ ബെസ്റ്റ് പ്ലെയർ ജൂഡ് ബെല്ലിംഗാം. എവിടെ തിരിഞ്ഞാലും ഇന്നലെ ജൂഡ് ബെല്ലിംഗാം ആയിരുന്നു കേട്ടോ. ഫ്രണ്ട് ലൈനിൽ നല്ല രീതിയിൽ അദ്ദേഹം പോയി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, ബോൾ റിക്കവറീസ് നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടേണുകൾ ഓപ്പോസിഷൻ ഡിഫൻസിനെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ടേണുകൾ കബളിപ്പിച്ചു. അതുപോലെ വളരെ നല്ല നല്ല പാസുകൾ, ഡിഫൻസിന് അൺലോക്ക് ചെയ്യുന്ന പാസുകൾ, ത്രൂ പാസുകൾ, എംബാപ്പയ്ക്കും വിനീഷ്യസും റോഡ്രിഗോക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ത്രീയെ പറ്റി പറയുകയാണെങ്കിൽ ആഞ്ചലോട്ടി പറഞ്ഞു, എംബാപ്പയും വിനീഷ്യസും കൂടെ ഒരു സ്വിച്ച് ചെയ്യുന്ന തരത്തിലുള്ള നമ്മളൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ത്രീ ആയിരിക്കും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. സോ ആ ഒരു ഡൈനാമിക് ഫ്രണ്ട് ത്രീ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് വിനീഷ്യസ് നമുക്കറിയാം അദ്ദേഹം സെൻറ്ററിലേക്ക് വരുന്നു, എംബാപ്പെ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുന്നു. വിനീഷ്യസ് പലപ്പോഴും വിനീഷ്യസ് മിഡ്ഫീൽഡിലേക്ക് പോലും ഇറങ്ങി വന്നിട്ട് കളി കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പാസുകൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. വളരെ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റി കൂടെ വിനീഷ്യസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായി. പിന്നെ ചുവമേനി കുറച്ച് മോശമായിരുന്നു ഇന്നലെ. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ബാക്സ് മെൻഡിയും കർവഹാളും നല്ല പെർഫോമൻസ് ആയിരുന്നു. റുഡിഗർ നല്ല പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം പലപ്പോഴും ബോൾ പിടിച്ചെടുത്തിട്ട് മിഡ്ഫീൽഡിലേക്ക് വരെ കയറി വന്നിട്ട് റൺസ് നടത്തുന്നത് നമ്മൾ കണ്ടു. മിലിറ്റാവോ
കോപ്പ അമേരിക്കയിൽ നമ്മൾ കണ്ട പോലെ അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല. പലപ്പോഴും പല മിസ്റ്റേക്സും മിൽട്ടാവോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ ടൈമൊക്കെ ACL ഇഞ്ചുറിക്ക് ശേഷം കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്നു. തിബോ കുർട്ട അഗെയിൻ നല്ലൊരു പെർഫോമൻസാണ്. അദ്ദേഹം ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്നിട്ട് ഇതുവരെ ഒരു ഗോൾ പോലും കൺസിഡർ ചെയ്തിട്ടില്ല. സോ കുർട്ടോയുടെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്ക മോഡ്രിച്ച് ആണ്. ലൂക്ക മോഡ്രിച്ച് അതുപോലെ ബ്രഹീം ഡിയാസുമാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നത് 2 ഗോൾ വന്നതിന് ശേഷം. അപ്പോൾ അവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് ആയിരുന്നു. ബ്രഹീം ഡിയാസ് എംബാപ്പയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വന്നത്. ഡിയാസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മിസ് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ അർഡ ഗുലറാണ്. അർഡ ഗുലറാണെങ്കിൽ ആ ഒരു ടച്ച് ലൈൻ്റെ പുറത്ത് വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് സത്യം പറഞ്ഞ ഒരു വിഷമമുണ്ടാക്കി അർഡ ഗുലർ. കാരണം അദ്ദേഹം പ്രീ സീസണിൽ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു പ്ലെയറാണ്. നമുക്ക് റോഡ്രിഗോയും വിനീഷ്യസൊക്കെ ഇപ്പോൾ ടീമിനോട് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ബ്രേക്കിന് ശേഷം ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. സോ അവർ കുറച്ച് ഔട്ട് ഓഫ് ഫോം ആവാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി റോഡ്രിഗോ. സോ ആ ഒരു സിറ്റുവേഷനിൽ ഇത്രയും പ്രീ സീസണിൽ ഇതിൻ്റെ വെക്കേഷൻ പോലും ഒഴിവാക്കിയിട്ട് ടീമിനൊപ്പം ജോയിൻ ചെയ്ത് അർഡ ഗുലറിന് ഒരു അവസരം കൊടുക്കാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അവസാനം വെറും 2 മിനിറ്റ് മാത്രം ബാക്കിയുള്ള സമയത്താണ് അർഡ ഗുലറിനെ ഇറക്കുന്നത്. എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡ് ഇപ്പോഴും ഒരു അർഡ ഗുലറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളിപ്പോഴും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം കുറച്ചുകൂടി ഡിസർവ് ചെയ്യുന്നു എന്ന് തോന്നിട്ട്. സോ ഓവറോൾ നല്ലൊരു മാച്ചായിരുന്നു. അതുപോലെ ഈ വിക്ടറിയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ച്, അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം ടൈറ്റിൽസ് നേടിയ പ്ലെയർ ആയിരിക്കുകയാണ്. സോ കൺഗ്രാജുലേഷൻസ് ടു ലൂക്ക മോഡ്രിച്ച്. അതുപോലെ എംബാപ്പെ തൻ്റെ ആദ്യത്തെ ഗോള് കണ്ടെത്തിയിരിക്കുകയാണ്. സോ ഇന്നലത്തെ ബെല്ലിംഗ്ഹാമിൻ്റെ അസിസ്റ്റിലാണ് ഇന്നലെ എംബാപ്പയുടെ ഗോൾ വന്നത്. അതുപോലെ വിനീഷ്യസിൻ്റെ അസിസ്റ്റിൽ ഫെഡ വാൽവർഡയുടെ ഗോൾ വന്നു. സോ വളരെ ഹാപ്പിയാണ് എംബാപ്പയുടെ ആദ്യത്തെ ഗോൾ വന്നതിൽ. ഇനിയും ഒരുപാട് ഗോളുകൾ വരട്ടെ. ഒരു 50 ഗോൾ പ്ലസ് സീസൺസ് എംബാപ്പയ്ക്ക് വീണ്ടും ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.